പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ പൂരായണ. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ഇങ്ങനെ പലരും പറയുന്നത്? കാരണം ഒരു പാലം അങ്ങോട്ട് ഭയപ്പാടോടുകൂടി പോകും, നാരായണ 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 എന്ന് വിളിച്ച് അങ്ങ് പോവും. പാലം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ പിന്നെ പിന്നെ നാരായണ നാരായണൻ്റെ ജോലിക്ക് പോട്ടെ, അതുകൊണ്ട് പൂരായണ എന്ന് പറയും. എന്ന് പറയുന്നത് നമ്മൾ അക്ഷരാർത്ഥത്തിലൂടെ കാണുകയാണ്. കാരണം ഇലക്ഷൻ കഴിയുന്നവരെ വളരെ മര്യാദക്കാരായിട്ടൊക്കെ നിൽക്കും. അതായത് ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവന്മാരെ കാണിക്കത്തില്ലേ, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവന്മാരെന്ന് പറയുന്നത് ഏറ്റവും വലിയ വിശുദ്ധനായിട്ടാണ്, എന്നാലേ പ്രേമിക്കത്തുള്ളല്ലോ. വളരെ വിശുദ്ധനാണ് അവൻ. സിഗരറ്റ് വലിക്കത്തില്ല, മദ്യപിക്കത്തില്ല, പരസ്ത്രീ ബന്ധമില്ല, ഇതൊന്നുമില്ലവന്. വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് അവതരിപ്പിക്കും. ഇതെല്ലാം കഴിയും. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ വളച്ച് റെഡിയാക്കി എടുക്കും. നോക്കുമ്പോൾ ഇത്രയും നല്ല ശുദ്ധനായിട്ടുള്ള ഒരുത്തനെ കാണാൻ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പെണ്ണ് ഈ പ്രേമത്തിലോട്ട് വീണ് കഴിഞ്ഞാലോ, കല്യാണം കഴിഞ്ഞ അന്നത്തെ ആദ്യ രാത്രി തന്നെ വെള്ളം അടിച്ച് 4 കാലേ കയറി വരുന്നത് കാണുമ്പോൾ ആ പെണ്ണിൻ്റെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്താണെന്ന്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളീയർ കാണുന്നു. ഞാനീ പറഞ്ഞത്, ഈ പ്രേമം അങ്ങ് കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് മുമ്പ് വരെ ഞങ്ങളെല്ലാം നല്ല ആൾക്കാരാണ്, വളരെ നല്ല ആളാണ് എന്നെല്ലാവരെയും ബോധ്യപ്പെടുത്തി. പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് ആയിരുന്നു. ഇപ്പം സഖാവ് എന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി പുറത്താക്കി, CPM പുറത്താക്കിയാൽ പിന്നെ സഖാവ് എന്ന് പറയത്തില്ലല്ലോ. അങ്ങനെ ഏതായാലും പയ്യന്നൂർ മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്, ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചു. അപ്പോൾ UDF സപ്പോർട്ട് കൊടുത്തു. കാരണം ഈ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാനിടയായത് അവിടുത്തെ MLA ആയിരുന്ന മധുസൂദനൻ അന്ന് ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള വലിയ അഴിമതി, അത് ഈ ഒരു രക്തസാക്ഷി ഫണ്ട്, ധനഞ്ജയൻ്റെ രക്തസാക്ഷി ഫണ്ടിൻ്റെ ദുർവിനിയോഗം, അത് ഇന്ന് പണം അടിച്ചു മാറ്റിയത് എല്ലാം രേഖാമൂലം ബാങ്ക് റെക്കോർഡ് സഹിതം അവതരിപ്പിച്ചു ജനസമക്ഷം. ഇതിന് മറുപടി ഞങ്ങൾ ഉടനെ പറയും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ആദ്യം മറുപടി ഞങ്ങൾ എന്തിനാ പറയുന്നതെന്നായി രാകേഷ്, ജില്ലാ സെക്രട്ടറി. ഈ മറുപടി ആയത് ഞങ്ങൾ എന്തിനു മറുപടി പറയണം? ഞങ്ങൾ പണം പിരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, ഞങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ചിലവാക്കും. ഇതാണ് കാര്യം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം മനസ്സിലായി അത് മോശമായിപ്പോയെന്ന്. അങ്ങനെ നമ്മുടെ MP ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനല്ല, കണക്ക് അവതരിപ്പിക്കും, ശരിയായിട്ട് അവതരിപ്പിക്കും. അപ്പോൾ കണക്ക് അവതരിപ്പിക്കാന്ന് പറഞ്ഞു. കണക്കൊന്നും അവതരിപ്പിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പിന്നെ അതിന് ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുതിയ നിർവചനം കൊടുത്തു. പൊതുജനവും ബഹുജനവും. പൊതുജനങ്ങളെന്ന് പറയുന്ന വായുമൊക്കെകൾ മുഴുവൻ, ബഹുജനം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർ, അവരും അറിഞ്ഞാൽ മതി. അപ്പം പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഇത് ബഹുജനങ്ങൾ അറിഞ്ഞാൽ മതി എന്നായി. അങ്ങനെ പുതിയ ഒരു നിർവചനം പോലും ഈ നമുക്ക് കാണാൻ കിട്ടി. പൊതുജനം എന്താണെന്നും ബഹുജനം എന്താണെന്നും അത് അറിയാൻ പറ്റി. ഇപ്പം എനിക്ക് ആദ്യമായിട്ടുള്ള അറിവാകട്ടോ, ഇത്രയും നാളായിട്ട് ഞാൻ ഇത്രയും വർഷം ജനിച്ച് ഇത്രയും വർഷമായിട്ട് എനിക്ക് ഈ വർഷമാണ് ഈ അറിവ് കിട്ടിയത്. ഈ പൊതുജനവും ബഹുജനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ പറ്റി. ഏതായാലും ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു, അവതരിപ്പിച്ചില്ല. ബഹുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു, വെറുതെയാണ്, ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. ഏതായാലും മധുസൂദനൻ തന്നെ വീണ്ടും മത്സരിക്കുന്നു, അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. കുഞ്ഞികൃഷ്ണൻ മധുസൂദനൻ മത്സരിച്ച ഒറ്റ കാരണം കൊണ്ടാണ്, വേറെ ആരെ മത്സരിപ്പിച്ചാലും അയാൾ മത്സരിക്കില്ലായിരുന്നു. അയാൾ വിമത സ്ഥാനാർത്ഥിയായിട്ട് അങ്ങോട്ട് മത്സരിക്കാൻ തുടങ്ങി. ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് മത്സരിച്ചു. UDF അയാൾക്ക് സപ്പോർട്ട് കൊടുത്തു. അന്ന് മുതൽ തുടങ്ങി ഉപദ്രവം. ആദ്യമൊക്കെ വലിയ ഉപദ്രവമൊന്നും ഇല്ലായിരുന്നു. ഈ പാർട്ടി വിട്ട് മാറി എന്നൊക്കെ ഉള്ളതും ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാളെ കോലം കത്തിക്കുകയും അയാളുടെ വീടിനെ ബോംബെറിയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇലക്ഷന് കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞപ്പോൾ മുതൽ യാതൊരു ഉപദ്രവവും ഇല്ലായിരുന്നു ഇലക്ഷൻ കഴിയുന്നവരെ. പക്ഷേ ഈ പ്രേമമുഹൂർത്ത് വിവാഹം കഴിഞ്ഞല്ലോ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അടിച്ച് 4 കാലേ വരാം എന്ന് പറഞ്ഞത് മാതിരി അയാളുടെ വീടിൻ്റെ മതിൽ തകർത്തു കേട്ടോ. അയാളുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ആളുകൾ, കാരണം ഇയാളുടെ ഈ ലൈക്ക് ചെയ്തു, ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ലൈക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാം വാഹനങ്ങൾ നശിപ്പിക്കുക, കത്തിക്കുക, അവരെ വീട് എറിഞ്ഞ് തകർക്കുക തുടങ്ങിയ കലാരൂപങ്ങളാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ട്. എന്നിട്ട് പറയുന്നത് ഇത് പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല. ദൈവം ഇറങ്ങി വന്ന് കല്ല് പറക്കി എറിഞ്ഞതാണ്. അതുപോലെ ദൈവം ഇറങ്ങി വന്നാണ് ഈ വണ്ടികൾ കത്തിച്ചത്. ദൈവം ഇറങ്ങി വന്നാണ് ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഭാര്യയുടെ വസ്തുവിൻ്റെ മതിൽ തകർത്തത്.
ഇതെല്ലാം ചെയ്തേക്കുന്നത് ദൈവം നേരിട്ട് വന്ന, അല്ലാതെ മാർക്സ് പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല ഇതിനകത്ത്. ഇത് ആരെടുത്താ പറയുന്നത്? ഇവർ അബദ്ധത്തിലെങ്കിലും ഇവർ ജയിച്ചു പോയാലുണ്ടല്ലോ, ഇനി എന്താ സംഭവിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ UDF ജയിച്ചെന്നിരിക്കട്ടെ, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമുക്ക് ഇവിടെ ഹർത്താലുകളൊക്കെ വളരെ കുറവാണ്, നമുക്ക് കാണാൻ കിട്ടത്തില്ല. ഹർത്താലൊന്നുമില്ല, ഹർത്താൽ, ബന്ദ് തുടങ്ങിയ സമരമുറകളൊന്നുമില്ല. പിന്നെ വഴിയിലിട്ട് അടിയില്ല, കൊലപാതകങ്ങൾ കുറഞ്ഞു കണ്ണൂരൊക്കെ. ഇനി ഇവർ തോറ്റുപോയി UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, പിറ്റേന്ന് മുതൽ ഹർത്താലുകൾ ഇഷ്ടംപോലെ കാണും. എന്തിനും ഏതിനും ഹർത്താൽ. നമുക്ക് റോഡിൽ ഇറങ്ങി അടക്കാൻ ഒക്കത്തില്ല, റോഡിൽ ഇറങ്ങി അടക്കുന്നവനെയൊക്കെ എടുത്തിട്ട് അടിക്കും. അതൊക്കെയുള്ള ഹർത്താലാണ് നടക്കാൻ പോകുന്നത്. ഇനി പിന്നെ അതുപോലെ തന്നെ ഹർത്താൽ, ബന്ദ്, പിന്നെ വരാമെന്നുള്ള ഇതേപോലുള്ള കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കുക. പാർട്ടി കൊലപാതകങ്ങളെന്ന് പറയും. കാരണം പെരിയയിലൊക്കെ 2 പേരെയൊക്കെ അവസാനം യുവാക്കളെയൊക്കെ കൊന്നത് നമ്മൾ കണ്ടല്ലേ എന്ന് പറഞ്ഞുള്ള കൊലപാതകങ്ങൾ അതങ്ങ് അരങ്ങേറും. അത് തലപൊക്കി തുടങ്ങാം. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്നാലും ഇനി അത് കുറയും. കാരണം അങ്ങനെ പാർട്ടിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് നടത്താനൊക്കെ ജനങ്ങളുടെ കാശെടുത്ത് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. എന്തുമാത്രം തോന്നിയവശമൊക്കെ അടിച്ചിരുന്നത്. ഈ കൊലയാളികളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ നികുതിപ്പണം എടുത്ത് കൊണ്ടുവന്ന് വക്കീലന്മാർക്ക് സുപ്രീം കോടതിയിലുമൊക്കെ ഇഷ്ടംമാതിരി കേസ് കൊടുക്കുക. CBI അന്വേഷിക്കാനുള്ള കേസ് ഹൈക്കോടതി വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് അങ്ങ് ഡിവിഷൻ ബെഞ്ചിൽ പോവുക, പിന്നെ സുപ്രീം കോടതി പോവുക. അതിനെല്ലാം വളരെ മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ഫീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരെ വീട്ടിൽ നിന്നൊന്നും എടുത്ത് കൊടുക്കണ്ടല്ലോ, ട്രഷറിയിൽ നിന്ന് എടുത്ത് കൊടുത്താൽ പോരെ. പൊതുജനങ്ങളുടെ പണമല്ലേ ഉള്ളത്. ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇനി കാണാൻ കിട്ടും. പിന്നെ അടുത്തതായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 2 പേരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൺ ജോർജും അതുപോലെ തന്നെ ശ്രീ PC ജോർജും, അവർ ഈ സഭയെ ശരിയായ രീതിയിൽ ആക്ഷേപിച്ചു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് അവർ. സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയും വേണ്ട എന്നോ ഏതാണ്ടൊക്കെ ഉള്ള വർത്തമാനമാണ്. ഞങ്ങൾ പറഞ്ഞ BJP ആണ്. ഇവരിപ്പോൾ വലിയ BJPക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അവർ മോർ ലോയൽ ദാൻ ദ കിങ് എന്ന് പറയുന്ന പോലെ BJPയുടെ യഥാർത്ഥ നേതാക്കളെക്കാളും ഇപ്പം മുന്നിലാണ് ഇവർ. വളരെ വിശ്വസ്തരാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ഈ സഭയെ വളരെ നല്ല രീതിയിൽ ആക്ഷേപിച്ചെന്ന് പറഞ്ഞാൽ BJPക്കാരെ സഭയ്ക്ക് വേണ്ടെങ്കിൽ BJPക്ക് സഭയും വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാട് എടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആ രീതിയിൽ ആണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞു, പ്രേമമൊക്കെ കഴിഞ്ഞു, വിവാഹത്തിൽ കലാശിച്ചു, ഇലക്ഷനായ കഴിഞ്ഞു. ഇനി എന്ത് വേണമെങ്കിലും പറയാം, എന്ത് തോന്നിയോസം, എന്ത് വൃത്തികേടുകൾ വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. ആ രീതിയിലേക്ക് മാറി. ഇനി ആരെയും ഉപദ്രവിക്കാം, ആരുടെ മതിലും തകർക്കാം, ആരുടെ വണ്ടിയും കത്തിക്കാം, ഒരു കുഴപ്പമില്ല. ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ധാരണ ഇവർക്കൊക്കെ വേണ്ടേ? ഇനി ജനങ്ങൾ കണ്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അടുത്ത 5 വർഷത്തേക്ക് പ്രശ്നമില്ല, അത് കഴിഞ്ഞുള്ള കാര്യം നോക്കിയാൽ പോരെ എന്നുള്ളതായിരിക്കും ധാരണ. പക്ഷേ പണ്ടത്തെ പോലല്ല, ഇതൊക്കെ ജനങ്ങൾ മനസ്സിൽ വച്ചേക്കുന്ന കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയണം.